Reciprocity and cyclic relations ആണ് ഈ സെക്ഷനിൽ വരിക. എനിക്കിവിടെ ടോപ്പിക്കായിട്ട് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ഈ സെക്ഷനിൽ മെയിനായിട്ട് രണ്ട് റിലേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. Reciprocity relation. First one is reciprocity relation and the second one is cyclic relation. Okay. So ഈ ഹെഡിങ് നമുക്ക് ആദ്യം നോക്കാം. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ. എക്സിനെ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ റിലേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മൾ യൂഷ്വലി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ ട്രീറ്റ് ചെയ്തത്. എന്നാൽ എഫ്, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക, അവിടെ എഴുതിയിരിക്കുന്നതിന് ശേഷം പറയാം. നമ്മൾ യൂഷ്വലി എടുക്കുന്ന എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് വേണം നമുക്ക് എഴുതാം. എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നേ ഉള്ളൂ. എഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ അതിനകത്തെ എക്സിനെ എന്ത് റെപ്രസെന്റ് ചെയ്യാം? എഫിനകത്ത് രണ്ട്, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സിനെ എഫിന്റെയും വൈയുടെയും ടേംസിലും എക്സ്പ്രസ് ചെയ്യാം. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. ഓൾസോ അതിനകത്ത് വരുന്ന ഈ വൈ എന്ന് പറയുന്ന വേരിയബിളിനെ മറ്റു രണ്ട് വേരിയബിൾസിന്റെ എക്സിന്റെയും എഫിന്റെയും ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ എടുത്താലും എഫിനകത്ത് ഇപ്പോൾ എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ആ എഫിനും എക്സിനും വൈയും മൂന്ന് വേരിയബിൾസ് ആയിട്ട് ജസ്റ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മൂന്ന് വേരിയബിൾസ് ആയിട്ട്. ആ മൂന്ന് വേരിയബിൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, സോ നമുക്കൊരു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ നമ്മൾ അതിൽ നിന്ന് മാറ്റി എഫിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് അതിലെ എക്സിനെ എടുത്തിട്ട് ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ആ രീതിയിൽ എഴുതിക്കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്രോസിറ്റി റിലേഷനും സൈക്ലിക് റിലേഷനും ഒക്കെ ഡിറൈവ് ചെയ്യുന്നത്. സോ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. സോ റൈറ്റിംഗ് എഫ് ഓഫ് എക്സ് വൈ, we mean the function f depends on two variables x and y. f of xy എന്ന് നമ്മൾ എഴുതിയാൽ that means f is a function of two variables x and y. Equally we can express അതേപോലെ തന്നെ, അതായത് f of xy f is a function of x and y, അതായത് f is equal to f of xy നമുക്ക് എഴുതാം. f എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? f of xy ആണ്. that depends on two variables x and y. ഞാൻ ഈ സൈഡിൽ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് നോക്കാം. സോ അതിൽ നിന്ന് നമുക്കിപ്പോ എക്സിനെ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ എക്സ് ഈസ് ഈക്വൽ ടു, എക്സിനെ ഫംഗ്ഷൻ ഓഫ് ഈ എഫിന്റെയും വൈയുടെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ എന്നാണ്. എക്സ് ഓഫ് എഫ് വൈ എന്ന് എഴുതാം. അതേപോലെ വൈ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ വൈ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് വൈ ഓഫ് എഫ് എക്സ്. വൈ ഈസ് ഈക്വൽ ടു വൈ ഓഫ് എഫ് എക്സ് എഴുതാം. ദാറ്റ് മീൻസ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് എക്സ്. നമുക്ക് അങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. So അതാണ് ഇവിടെ പറയുന്നത്. by writing f of xy we mean f is a function of two variables x and y. Equally, in the same manner we can express x as a function of f and y. അതാണ് നമ്മുടെ ഹെഡിങ്, x as a function of f and y. സോ ഈ രീതിയിൽ എഴുതിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞു x as a function of f and y എന്ന് എടുത്തുകൊണ്ടാണ് നമ്മുടെ റെസിപ്രോസിറ്റി റിലേഷനിലേക്ക് പോവുക. ഓക്കെ, ഈക്വലി we can express x as a function of f and y, or അതേപോലെ തന്നെ y എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? y as a function of f and x. ഓക്കെ, മൂന്ന് വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്, എഫ് എക്സ് വൈ. എഫിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് എഴുതാം. അതേപോലെ എക്സിനെ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് വൈ എന്ന് എഴുതാം. അതേപോലെ വൈ എ ഫംഗ്ഷൻ ഓഫ് എഫ് ആൻഡ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ദസ് ഓൾ വേരിയബിൾസ് ആർ ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഇവിടെ മൂന്ന് വേരിയബിൾസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ എഫ്, ഇവിടുത്തെ മൂന്ന് വേരിയബിൾസ് ഏതൊക്കെയാണ്? എഫ് എക്സ് വൈ. ഈ നമ്മൾ എഫ് എക്സ് വൈ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ കംഫർട്ടബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെഡും നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പം ഏതാണ്? എക്സ് വൈ സെഡ് മൂന്ന് വേരിയബിൾസ് യൂസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എഫ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് പറയാനുള്ള എളുപ്പം, എഴുതാനുള്ള എളുപ്പം വെച്ചിട്ടാണ് എഫ് എന്ന് പറയുന്ന വേരിയബിളിന് പകരം ഞാൻ സെഡ് വെച്ച് റീപ്ലേസ് ചെയ്യാണ് എഫിനെ. ഓക്കെ, നമ്മുടെ കംഫർട്ടബിലിറ്റി സോണിലേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. സോ റീപ്ലേസ് എഫ് ബൈ സെഡ്. എഫിനെ ഞാൻ സെഡ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ദെൻ എക്സ് ഈസ്, നമ്മളിവിടെ പറഞ്ഞു എഫ്, നമുക്ക് എക്സിനെ ഫംഗ്ഷൻ ഓഫ് എഫും വൈ ആയിട്ട് എഴുതാമെന്ന്. എഫിന് പകരം ഞാൻ സെഡ് വെച്ച് റീപ്ലേസ് ചെയ്യാം. മീൻസ് എക്സിനെ എനിക്ക് ഏതൊക്കെ വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം? ഫംഗ്ഷൻ ഓഫ് സെഡും വൈയും. ഈ സെഡ് ആദ്യം വരണം, വൈ അടുത്തത് വരണം, രണ്ടാമത് വരണം, അങ്ങനൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ എഴുതാൻ സാധിക്കും ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന വേരിയബിൾസിനെ. സോ എഫിന് പകരം ഞാൻ സെഡ് എന്ന് കൊടുത്താൽ എക്സ് ഏതൊക്കെ വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ്? സെഡിന്റെയും വൈയുടെയും, അഥവാ വൈയുടെയും സെഡിന്റെയും. വൈ സെഡ് എന്ന് പറയുന്ന ഓർഡർ ആണ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദെൻ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ്. വൈ ആൻഡ് എഫ് ആയിരുന്നു, എഫിന് പകരം സെഡ് കൊടുത്തു. അങ്ങനെയാണ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ ആൻഡ് സെഡ് ആയത്. ഡിനോട്ടഡ് ബൈ, നമുക്ക് അതിനെ എങ്ങനെ എഴുതാം?
x is equal to x of yz. അതായത് x can be represented as a function of y and z എന്നേ ഉള്ളൂ. x is equal to x of yz. സോ ഇങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്ന വേരിയബിളിനെ ഞാൻ x of yz എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് x, ദ വേരിയബിൾ x എങ്ങനെ എഴുതാൻ സാധിക്കും? നമ്മൾ f is equal to f of xy ആണെങ്കിൽ നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് f df എങ്ങനെയായിരുന്നു എഴുതിയത്? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. അതായത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ എഫ് ഇസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് എഴുതിയതിൽ ഈ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നപ്പോൾ നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് എങ്ങനെയാണ് എഴുതിയത്? ഡി എഫ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ്, ഇതിനകത്ത് എക്സും വൈ ആണ് വേരിയബിൾസ്, സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്ന് എഴുതി. അതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് വൈ സെഡ് ആണെങ്കിൽ എനിക്ക് ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് ഡി എക്സ് എങ്ങനെ എഴുതാം? ഡോ എക്സ് ബൈ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? വൈയും സെഡും ആണ് ഇതിനകത്ത് വേരിയബിൾസ്, സോ ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇനി ഞാൻ ഈ ഡോ എക്സ് ബൈ ഡോ വൈയെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് താഴെ ഇസഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിച്ച ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. എന്താണ്? നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിനെ ഇപ്പം ഇവിടുത്തെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വേരിയബിൾസ്, ഇവിടെ ഞാൻ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ ഇവിടെ മറ്റും അനദർ വേരിയബിൾ ആയ സെഡ്, ഇവിടെ രണ്ടാമത്തെ വേരിയബിൾ ആയ സെഡ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് വേരിയബിൾ ഏതാണെന്ന് കാണിക്കാൻ വേണമെങ്കിൽ എനിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് താഴെ ആ വേരിയബിൾ എഴുതാം. ഇങ്ങനൊരു നൊട്ടേഷൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവിന് പഠിച്ചതാണ്. ഇവിടെ ഞാൻ ആ നൊട്ടേഷൻ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഇസഡ് എന്താണെന്ന് കൺഫ്യൂഷൻ വരില്ല. ഇവിടെ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ കോൺസ്റ്റന്റ് ആണെന്ന് കാണിക്കാനാണ് നമ്മൾ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് താഴത്തെ സഫിക്സിൽ നമ്മൾ ഇവിടെ സെഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നൊട്ടേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് പാർഷ്യൽ ഡെറിവേറ്റീവിന്. സോ ടോട്ടൽ ഡിഫറൻഷ്യൽ എങ്ങനെ എഴുതാം? ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ ഡിഫറൻഷിയേറ്റ്, സോ ഡി വൈ പ്ലസ് അടുത്ത വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം എക്സിന്. സോ ഡോ എക്സ് ബൈ ഡോ ഇസഡ്, ഇവിടെ അപ്പം ഏത് വേരിയബിൾ ആണ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വേരിയബിൾ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്? വൈ ആണ്. സോ സഫിക്സിൽ വൈ കൊടുത്തു. ഇനി ഇൻറ്റു ഡി സെഡ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സോ ഇൻറ്റു ഡി സെഡ് കൊടുക്കും. സോ ടോട്ടൽ ഡിഫറൻഷ്യൽ നമ്മൾ എഴുതി, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് വൈ സെഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് എടുത്തത്. സിമിലർലി വൈ ഈസ് ഈക്വൽ ടു, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഇവിടെ എന്തായിരുന്നു? വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് y of f and x. സോ എഫിന് പകരം നമ്മൾ ഇസഡ് ആണ് കൊടുത്തത്. സോ y is a function of ഏതൊക്കെയാണ്? ഇസഡും എക്സും. സോ ഞാൻ എക്സ് വൈ സെഡ് എന്ന ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ y is equal to y of x ഇസഡ് എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് y, ഇപ്പൊ നമ്മൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് x എഴുതിയ പോലെ എഴുതിയാൽ എന്ത് വരും? dy is equal to ഡോ y by ഡോ x, സഫിക്സിൽ സെഡ് കൊടുക്കുന്നു, സെഡ് ആണ് കോൺസ്റ്റന്റ്, സോ dx പ്ലസ് ഡോ വൈ ബൈ ഡോ ഇസഡ്, ഇവിടെ എക്സ് ആണ്, ഡോ വൈ ബൈ ഡോ ഇസഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് കോൺസ്റ്റന്റ്, ഇൻറ്റു ഡി ഇസഡ്. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. സോ ഡി എക്സും ഡി വൈയും ഞാൻ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡി എക്സ് ഫസ്റ്റ് ഇക്വേഷനകത്ത് ഇവിടെ ഈ ഡി വൈ എന്ന് വരുന്നുണ്ട്. സോ ആ ഡി വൈക്ക് ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷൻ ഡി വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ്. സോ ഈ വാല്യൂ കൊണ്ടുപോയി ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 ചെയ്യാൻ പോകണം. ഇവിടുത്തെ ഈ ഫസ്റ്റ് ഇക്വേഷനിലെ ഡി വൈക്ക് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 വി ഗെറ്റ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ വൈ. ആ സഫിക്സിൽ ഏതാണോ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് ആ വേരിയബിൾ ഞാൻ വായിക്കുന്നില്ല കേട്ടോ, നമുക്കത് അതും കൂടെ വായിച്ചു പോകേണ്ട കാര്യമില്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ ഇസഡ് ഡി ഇസഡ്, ഡി വൈക്ക് പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, പ്ലസ് ഇവിടെ ഡി എക്സിലെ ബാക്കിയുള്ള ഈ ടേം ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഡി ഇസഡ്. സോ ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഡി ഇസഡ്, ആ സഫിക്സിൽ ഏതാണോ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി കൊടുത്തോണം. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും തെറ്റിപ്പോരുത്, സഫിക്സിലുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ഞാനത് ജസ്റ്റ് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. സോ എന്ത് കിട്ടും? ഇനി ബ്രാക്കറ്റ് ഞാൻ അകത്തേക്ക് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടും? ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ടേം നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താ വരിക? ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇവിടെ ഒരു ക്വാണ്ടിറ്റി ഡി ഇസഡ് ഉണ്ട്. സോ ഈ രണ്ട് ടേംസിലും ഡി ഇസഡ് വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഡി ഇസഡ് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റിയെ ബ്രാക്കറ്റിൽ എഴുതാണ്. എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ്. ഡി ഇസഡ് ബ്രാക്കറ്റിന് പുറത്ത് എഴുതും, കാരണം രണ്ട് ടേംസിലും കോമൺ ആയിട്ട് ഡി ഇസഡ് വരും. ഓക്കെ, ഇനി ഇഫ് യു ടേക്ക് സെഡ് ആസ് എ കോൺസ്റ്റന്റ് ദെൻ ഡി സെഡ് ഈസ് ഈക്വൽ ടു 0. നമുക്കിപ്പോൾ 3 വേരിയബിൾസ് ആണുള്ളത്, എക്സും വൈയും സെഡും. സപ്പോസ് സെഡ് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി സെഡ് എന്തായി? സെഡ് ഈസ് എ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ആണ് നമ്മൾ പറയുന്നത്, ഇഫ് സെഡ് ഈസ് എ കോൺസ്റ്റന്റ് ദെൻ ഡി സെഡ് എന്തായിരിക്കും? 0 ആയിരിക്കും.
സോ ഡി സെഡ് 0 ആണെന്നുണ്ടെങ്കിൽ ഈ തേർഡ് ഇക്വേഷൻ നമ്പർ 3ലേക്ക് നോക്കാം. ഇവിടെ ഇൻറ്റു ഡി സെഡ് വരും. സോ ഡി സെഡിന് 0 കൊടുത്താൽ ഈ ക്വാണ്ടിറ്റി അങ്ങ് വാനിഷ് ചെയ്യും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക ഈ ഇക്വേഷന്റെ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് ഡി എക്സ്. ഈ ഇക്വേഷന് രണ്ട് സൈഡിലും ഡി എക്സ് വരുന്നുണ്ട്. സോ ഇത് ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ ഡി എക്സ് ഈസ് ഈക്വൽ ടു സം പ്രോഡക്റ്റ് ഇൻറ്റു, അല്ലെങ്കിൽ ഒരു എ ബി എന്ന് വേണമെങ്കിൽ ഇതിനെ കാണാം, രണ്ട് വാല്യൂസിന്റെ പ്രോഡക്റ്റ് അല്ലേ. സോ എ ബി ഇൻറ്റു ഡി എക്സ് എന്ന് വരുന്നു. സോ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കണം. സോ അങ്ങനാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി, ഈ പ്രോഡക്റ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. സോ ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ഈ പ്രോഡക്റ്റ് ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡോ എക്സ് ബൈ ഡോ വൈ എനിക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഈ രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഇപ്പുറത്തുണ്ടോ അത് ഡിവൈഡ് ചെയ്യണം. 1 ബൈ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡോ എക്സ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 1 ബൈ എ. എനിക്ക് 1 ബൈ എ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ അതേപോലെ ഞാൻ ഇതിനെ എഴുതുകയാണ് ഡോ വൈ ബൈ ഡോ എക്സ് റേസ് ടു -1 എന്ന് എഴുതുകയാണ്. സോ ഇപ്പൊ നമുക്ക് കിട്ടിയ റിലേഷൻ ആണ് നമ്മൾ റെസിപ്രോസിറ്റി റിലേഷൻ എന്ന് വിളിക്കുക. സോ ശ്രദ്ധിക്കുക, എന്താണ് ഡോ എക്സ് ബൈ ഡോ വൈ, നിങ്ങൾ ഈ വേരിയബിൾസ് ശ്രദ്ധിക്കുക. ഡോ എക്സ് ബൈ ഡോ വൈ, അവിടെ ഇസഡ് മൂന്നാമത്തെ വേരിയബിൾ ആ ഇസഡ് കോൺസ്റ്റന്റ് സഫിക്സ് ഇസഡ് കൊടുക്കുന്നു, ഇസ് ഈക്വൽ ടു. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോ എക്സ് ബൈ ഡോ വൈ ഇല്ല, അതിന്റെ റെസിപ്രോക്കൽ ആണ് എഴുതി കൊടുക്കുന്നത്. എന്താണ്? ഡോ വൈ ബൈ, തിരിച്ചുള്ളത് ഡോ വൈ ബൈ ഡോ എക്സ്. അവിടെയും സഫിക്സിൽ കോൺസ്റ്റന്റ് വേരിയബിൾ സെഡ് തന്നെയാണ്, കാരണം എക്സും വൈയും ഈ പാർഷ്യൽ ഡെറിവേറ്റീവിലുണ്ട്. സോ ഈ സെയിം ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ട വേരിയബിൾ സെയിം തന്നെയാണ്, സെഡ് തന്നെയാണ്, ഇൻവേഴ്സ് വരും. ഓക്കെ, സോ ഡോ എക്സ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ എക്സ് ഇൻവേഴ്സ്. സോ ഇതിനെയാണ് വിച്ച് ഇസ് കോൾഡ് റെസിപ്രോസിറ്റി റിലേഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിനെ റെസിപ്രോസിറ്റി റിലേഷൻ എന്ന് വിളിക്കും. ഇത് നമുക്ക് മറ്റു വേരിയബിൾസിനും എഴുതാൻ കഴിയും. ഇപ്പൊ എക്സും വൈയും എടുത്ത പോലെ വേണമെങ്കിൽ എക്സും ഇസഡും എടുത്തിട്ട് എഴുതാം. അതായത് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻവേഴ്സ്. അപ്പൊ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് രണ്ട് സൈഡിൽ നിർത്തേണ്ട വേരിയബിൾ മൂന്നാമത്തെ വേരിയബിൾ ആയ വൈ ആണ്. സോ അതേപോലെ തന്നെ ഇപ്പൊ എക്സും വൈയും വെച്ച് എഴുതി, എക്സും ഇസഡും വെച്ച് എഴുതിയ പോലെ നിങ്ങൾക്ക് വൈയും ഇസഡും വെച്ചും ഇതേ റിലേഷൻ എഴുതാം. വൈയും സെഡും വെച്ച് എഴുതിയാൽ എന്ത്? എക്സിന് പകരം വൈ, വൈക്ക് പകരം സെഡും കൊടുത്താൽ എന്ത് വരും? ഡോ വൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻവേഴ്സ്. ഏത് വേരിയബിൾസ് കൊടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഈ റിലേഷൻ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ എക്സും വൈയും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എന്നേ ഉള്ളൂ. ഏത് വേരിയബിൾസ് വെച്ചിട്ടുള്ള റിലേഷനും ഹോൾഡ് ചെയ്യും. ഓക്കെ, എക്സിനും വൈക്കും വരെ ഏത് വേരിയബിൾസ് കൊടുത്താലും ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റെസിപ്രോസിറ്റി റിലേഷൻ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യണം. കൂടാതെ രണ്ട് സൈഡിലും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് സെയിം വേരിയബിൾ ആയിരിക്കണം. ഓക്കെ, സോ വിച്ച് ഇസ് കോൾഡ് റെസിപ്രോസിറ്റി റിലേഷൻ. സോ റെസിപ്രോസിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും എക്സും വൈയും തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കരുത്. ഡോ എക്സ് ബൈ ഡോ വൈക്ക് പകരം വേണമെങ്കിൽ ഡോ വൈ ബൈ ഡോ ഇസഡ് വരാം, അല്ലെങ്കിൽ ഡോ എക്സ് ബൈ ഡോ ഇസഡ് വരാം. അതനുസരിച്ച് റൈറ്റ് ഹാൻഡ് സൈഡും മാറും, രണ്ട് സൈഡും മാറും. ഏത് പാർഷ്യൽ ഡെറിവേറ്റീവ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. സോ അത് എഴുതുന്ന ഇത്രേ ഉള്ളൂ. ഇവിടെ ഡോ എക്സ് ബൈ ഡോ വൈ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ തിരിച്ചുള്ളതാണ് വരുന്നത്, ഡോ വൈ ബൈ ഡോ എക്സ് ഇൻവേഴ്സ് എന്ന് വരുന്നത്. സോ വിച്ച് ഇസ് കോൾഡ് റെസിപ്രോസിറ്റി റിലേഷൻ. ഇത് ഹോൾഡ് ചെയ്യുന്ന എപ്പോഴാണ്? വിച്ച് ഹോൾഡ്സ് പ്രൊവൈഡഡ് ബോത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ്. ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് നെയ്തർ ഈസ് ഈക്വൽ ടു 0. പിന്നെ ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് 0 ആകാൻ പാടില്ല, എക്സിസ്റ്റ് ചെയ്യണം, അത് നോൺ 0 ആയിരിക്കണം. ഓക്കെ, കാരണം 0 ആയ ഈ റൈറ്റ് സൈഡിൽ 0 റേസ് ടു -1 എന്ന് വരും. അങ്ങനെ ഒരു വാല്യൂ 1/0 ആവും. ആ 1/0 എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, രണ്ടിന്റെ വാല്യൂസ് നോൺ 0 ആയിരിക്കണം. ആൻഡ് നെയ്തർ ഈസ് ഈക്വൽ ടു 0. ഓൾസോ ദിസ് റിലേഷൻഷിപ്പ് ഓൺലി ഹോൾഡ്സ് വെൻ ദ വേരിയബിൾ, ഒരു കണ്ടീഷൻ കൂടെ ഹോൾഡ് ചെയ്യണം ഈ റെസിപ്രോസിറ്റി റിലേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ. അതെന്താണ്? Also this relationship only holds when the variable being kept constant, in this case z. നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്ത പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ z ആണ് കോൺസ്റ്റന്റ് ആയിട്ട് രണ്ട് സൈഡിലും. ഓക്കെ, in this case z is the same on both sides of the equation. അതായത് ഏത് വേരിയബിൾ ആണോ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് ആ വേരിയബിൾ രണ്ട് സൈഡിലും സെയിം ആയിരിക്കണം എന്നുള്ളത്. ഈ കേസിൽ z ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന വേരിയബിൾ. സോ രണ്ട് സൈഡിലും z തന്നെ ആയിരിക്കണം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന വേരിയബിൾ. ഓക്കെ, സോ ഇതിനെയാണ് റെസിപ്രോസിറ്റി റിലേഷൻ എന്ന് വിളിക്കുക. ഈ റിലേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം, രണ്ടും നോൺ 0 ആയിരിക്കണം. കൂടാതെ രണ്ട് സൈഡിലും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന വേരിയബിൾ സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സൈക്ലിക് റിലേഷന്റെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ഇഫ് യു ടേക്ക് dx ഈക്വൽ ടു 0, നമ്മൾ ആദ്യം dz ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തിട്ടാണ് നമ്മൾ റെസിപ്രോസിറ്റി റിലേഷനിലേക്ക് എഴുതിയത്.
അതായത് ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഡി ഇസഡ് സെഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു 0 കിട്ടും. അങ്ങനെയാണ് നമ്മൾ റെസിപ്രോസിറ്റി റിലേഷനിലേക്ക് വന്നത്. ഇനി അതേ ഇക്വേഷൻ നമ്പർ 3 തന്നെ സപ്പോസ് ഡി എക്സ് ആണ് 0 എന്ന് വിചാരിക്കുക. ഡി എക്സ് 0 എന്നപ്പോഴാണ് എക്സ് കോൺസ്റ്റന്റ് ആകുമ്പോഴാണ്. ഡി എക്സ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്നാണ്. സോ എക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് 0 ആണ്. അതാണ് ഡി എക്സ് 0 ആണ്. സോ നമ്മൾ ഡി എക്സ് ആണ് 0 ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 3 ബിക്കംസ് എന്താണ്? ഇക്വേഷൻ 3 നോക്കാം. നമ്മൾ ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുത്താണ് റെസിപ്രോസിറ്റി റിലേഷൻ പ്രൂവ് ചെയ്തത്. ഇനി ഡി എക്സ് ആണ് അവിടെ 0 എങ്കിൽ ലെഫ്റ്റ് സൈഡിലും ഡി എക്സ് ഉണ്ട്, റൈറ്റ് സൈഡിലും ഡി എക്സ് ഉണ്ട്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ 0 കിട്ടും, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ടേം 0 ആയി പോകും. പോയിട്ട് 0 ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി, ഈ ഡി സെഡിന്റെ ടേം മാത്രമേ വരുള്ളൂ. സോ നമുക്ക് എന്താ കിട്ടുന്നത്? 0 is equal to dou x by dou y into dou y by dou z plus dou x by dou z dz എന്ന് കിട്ടും. But dz not equal to 0 which implies ഇവിടെ നോക്കിയേ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് അല്ലേ വന്നിരിക്കുന്നത്. ഈ ബ്രാക്കറ്റിൽ ഒരു ഫംഗ്ഷൻ, അതിനെ ജസ്റ്റ് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് കണ്ടാൽ മതി. അത് ഇൻറ്റു ഡി സെഡ്. സോ പ്രോഡക്റ്റ് ആണ് 0. എ ഇൻറ്റു ബി 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എ 0 ആണോ അല്ലെങ്കിൽ ബി 0 ആണോ. ഇവിടെ ഡി സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്, കാരണം നമ്മൾ ഡി എക്സ് ആണ് ഇവിടെ 0 എടുത്തത്. സോ ഡി സെഡ് ഇവിടെ നോൺ 0 ആണ്. സോ ഡി സെഡ് നോൺ 0 ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ പിന്നെന്താണ്? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി 0 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ടേമിനെ ഈ ഡോ എക്സ് ബൈ ഡോ ഇസഡിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത സ്റ്റെപ്പിൽ. സോ ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ എക്സ് ബൈ ഡോ ഇസഡ് എന്ന് കിട്ടും. ഇനി ഞാൻ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. മൾട്ടിപ്ലൈ വിത്ത് ഡോ എക്സ് ബൈ ഡോ ഇസഡ് y സഫിക്സിൽ y ഇൻവേഴ്സ്. അതായത് ഈ റൈറ്റ് സൈഡിൽ ഉള്ള ടേം കണ്ടോ, ഡോ എക്സ് ബൈ ഡോ വൈ, അവിടെ ഡോ എക്സ് ബൈ ഡോ ഇസഡ് y ആണ് അവിടെ കോൺസ്റ്റന്റ്. അതിന്റെ ആ ടേമിന്റെ ഇൻവേഴ്സ്, മൈനസ് ഓഫ് ഒരു ടേം ഉണ്ടല്ലോ, ആ ടേമിന്റെ ഇൻവേഴ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സോ രണ്ട് സൈഡിലും ആ ടേം എഴുതി കൊടുക്കുന്നു. സോ ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം, മൈനസ് ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് പോലെ ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. സോ ഇവിടെ എ റൈസ് ടു 1 പ്ലസ് മൈനസ് 1 എന്ന് വരും, അതായത് എ റൈസ് ടു 0 എന്ന് വരും. എ റൈസ് ടു 0 1 അല്ലേ വരും. സോ അതാണ് നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് ഈ പ്രോഡക്റ്റ് 1 ആയി പോകും. സോ മൈനസ് 1 എന്ന് കിട്ടും. സോ റൈറ്റ് സൈഡിൽ ഈ പ്രോഡക്റ്റ് 1 ആയി പോകും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരെണ്ണത്തിന് അതിന്റെ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡോ എക്സ് ബൈ ഡോ ഇസഡ് ആണ്. സോ ഡോ എക്സ് ബൈ ഡോ ഇസഡും 1 ബൈ ഡോ എക്സ് ബൈ ഡോ ഇസഡും തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ട് 1 എന്ന് കിട്ടും. സോ ഇതെന്താ? ഇവിടെ ഒരു മൈനസും ഉണ്ട്. സോ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, ബൈ റെസിപ്രോസിറ്റി റിലേഷൻ. സോ നമുക്ക് ഇപ്പൊ കിട്ടിയ ക്വാണ്ടിറ്റി അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി റെസിപ്രോസിറ്റി റിലേഷൻ ഞാൻ എഴുതാൻ പോവാണ്. നമുക്ക് നേരത്തെ നമ്മൾ എഴുതിയത് എക്സും വൈ ഉപയോഗിച്ചുള്ള റെസിപ്രോസിറ്റി റിലേഷൻ ആണ്. എന്നാൽ ഞാൻ ഇവിടെ ഇസഡും എക്സും വെച്ചിട്ടുള്ള റെസിപ്രോസിറ്റി റിലേഷൻ ആണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത് എനിക്ക് വേണ്ടത്. കാരണം ഇവിടെ കണ്ടോ, നമുക്കിപ്പോ ഈക്വൽ ടു -1 എന്ന് കിട്ടിയ ക്വാണ്ടിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇൻവേഴ്സ് ഉള്ള ഒരു ടേം കിടക്കുന്നുണ്ടോ, ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻവേഴ്സ് എന്നുള്ളത്. സോ അത് ആ ടേം വരുന്ന റെസിപ്രോസിറ്റി റിലേഷൻ ആണ് ഞാൻ എഴുതുന്നത്. റെസിപ്രോസിറ്റി റിലേഷൻ നമ്മൾ എഴുതിയാൽ എന്ത് വരും? ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻവേഴ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. വൈ തന്നെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തേണ്ട വേരിയബിൾ. സോ ഞാൻ ഇത് വരുന്ന റെസിപ്രോസിറ്റി റിലേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ ബൈ റെസിപ്രോസിറ്റി റിലേഷൻ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഇവിടെ ഡോ ഇസഡ് ആണ് കേട്ടോ, സംശയം തോന്നില്ല, അവിടെ ഒരു തെളിയാഴിക പോലെ ഉണ്ട്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് തിരിച്ചു വരും, ഡോ എക്സ് ബൈ ഡോ ഇസഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. വൈ തന്നെയാണ് രണ്ടിടത്തും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന വേരിയബിൾ. സോ അങ്ങനാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് ഇൻ അബോവ് വി ഗെറ്റ്. സോ ഇവിടെ ഈ അബോവ് ഇക്വേഷനിൽ ഈ ഇൻവേഴ്സ് വരുന്ന ക്വാണ്ടിറ്റിക്ക് പകരം ഞാൻ ഡോ ഇസഡ് ബൈ ഡോ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഡോ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു എന്ത് വരും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 3 ടേംസിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു -1 ആണ്. ഈ 3 ടേംസിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് ഇസഡ് എക്സ്, സഫിക്സിൽ നോക്കുക, ഇസഡ് എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആദ്യം എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന ക്വാണ്ടിറ്റി എഴുതുന്നു. എ ബി സി എന്നുള്ളത് നിങ്ങൾക്ക് ബി സി എന്ന് എഴുതിയാലും എ സി ബി എന്ന് എഴുതിയാലും പ്രോഡക്റ്റ് എങ്ങനെ എഴുതിയാലും സെയിം തന്നെയല്ലേ. സോ ഞാൻ എക്സ് ആദ്യം കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു, ഒരു അടുക്കിൽ ഓർഡറിൽ എഴുതണം. സോ ആദ്യം ഈ രണ്ടാമത് കിടക്കുന്ന ടേം എഴുതുന്നു, ഡോ വൈ ബൈ ഡോ ഇസഡ് സഫിക്സിൽ എക്സ്. നെക്സ്റ്റ് വൈ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന ടേം അങ്ങ് എഴുതുവാണ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് വൈ. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് വൈ ഇൻറ്റു അടുത്തത് ഫസ്റ്റ് കിടക്കുന്ന ടേം സെഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്ന ടേം എഴുതും. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. ഡോ എക്സ് ബൈ ഡോ വൈ വായിക്കാനുള്ള എളുപ്പത്തിന് ഡോ എക്സ് ബൈ ഡോ വൈ ഇസഡ്
is equal to -1. So നമുക്കിപ്പോൾ കിട്ടിയ ക്വാണ്ടിറ്റി ഇതാണ്, അതിനെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് സൈക്ലിക് റിലേഷൻ എന്ന് വിളിക്കുക, വിച്ച് ഇസ് കോൾഡ് സൈക്ലിക് റിലേഷൻ. കാരണം എന്താ, നിങ്ങൾ നോക്കുക, ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു, പിന്നെ വൈ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു, പിന്നെ ഇസഡ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് നോക്കുക, ഡോ വൈ ബൈ ഡോ ഇസഡ്, ഡോ വൈ ബൈ ഡോ ഇസഡ്. ഇനി ഡോ ഇസഡ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡോ ഇസഡ് ബൈ അടുത്ത വേരിയബിൾ ഡോ എക്സ്. അതിനുശേഷം വീണ്ടും ഇവിടെ ഡിനോമിനേറ്ററിൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡോ എക്സ്. ഡോ എക്സ് ബൈ ഇനി എന്താണ്, ഡോ വൈ. ഈ ഡോ വൈ അല്ലേ നമ്മൾ ആദ്യം എഴുതിയത് ന്യൂമറേറ്ററിൽ. സോ ഡോ വൈയിൽ തുടങ്ങി ഡോ വൈ തന്നെ അവസാനിക്കും. നമ്മൾ നോക്കിയാൽ അറിയാം ആ സൈക്കിൾ, ഡോ വൈ ബൈ ഡോ ഇസഡ്, പിന്നെ ഡോ ഇസഡ് തുടങ്ങി അനദർ വേരിയബിൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, പിന്നെ ഡോ എക്സ് ബൈ ആദ്യത്തെ വേരിയബിൾ വൈ, ഡോ വൈ. ആ ഒരു സൈക്ലിക് ഓർഡറിലാണ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ സൈക്ലിക് റിലേഷൻ എന്ന് വിളിക്കുക. വിച്ച് ഹോൾഡ്സ്, ഈ റിലേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഈ മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് വിച്ച് ഹോൾഡ്സ് അൺലെസ് എനി ഓഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വാനിഷ്. അൺലെസ് എനി ഓഫ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വാനിഷ് എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒന്നും വാനിഷ് ചെയ്യാത്തപ്പോഴാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഈ മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്താൽ ഈ റിലേഷൻ ഹോൾഡ് ചെയ്യും. ഇതിന്റെ മൂന്നിന്റെ കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -1 കിട്ടും. സോ ഇതിനെയാണ് സൈക്ലിക് റിലേഷൻ എന്ന് വിളിക്കുക. ഓക്കെ.